കിതാബ് അഖ്ബാറുൽ ആഹാദ് എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും കർമ്മപരമാണോ അതല്ല വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലേ? അതായത് ഇവിടെ വാദം തനി പൊളിയായി. കർമാനി പറഞ്ഞ് ശരിയല്ല എന്നതിൻ്റെ ആ കിതാബ് അഖ്ബാറുൽ ആഹാദ് മാത്രം വായിച്ചാൽ തന്നെ കാണാൻ കഴിയും. കാരണം അതിൽ ഇമാം ബുഖാരി ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ തന്നെയും കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ 39ാമത്തെ ചോദ്യം രണ്ടാമത്തെ തന്നെ, ഇനി രണ്ടാമത്തെ ഹദീസായിക്കൊണ്ട് ഇമാം ബുഖാരി കൊടുത്ത ഹദീസ് തന്നെ ലിക്കുല്ലി നബിയ്യിൻ ഹവാരിയുൻ എന്നതാണ്. എല്ലാ ഉമ്മത്തിനും ഒരു ഹവാരിയുണ്ട്. അത് വിശ്വാസകാര്യമാണോ അല്ലേ? അത് കർമ്മകാര്യമാണോ അല്ലേ? വിശ്വാസകാര്യമാണ്. അപ്പോൾ 39ാമത്തെ ചോദ്യം ലിക്കുല്ലി നബിയ്യിൻ ഹവാരിയുൻ എന്നത് വിശ്വാസകാര്യമാണോ കർമ്മകാര്യമാണോ? എങ്കിൽ നിങ്ങളുടെ വാദം അവിടെ പൊളിഞ്ഞിരിക്കുന്നു. പിന്നെ ഇമാം ബുഖാരി ആ കിതാബിൽ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു അധ്യായമാണ് മാക്കാൻ ഇബ്അത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഉമറാ ബിർറസൂലി വാഹിദൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദൗത്യ സംഘത്തെ അഥവാ രാജാക്കന്മാരിലേക്ക് പ്രതിനിധികളായിക്കൊണ്ട് ഓരോ ആളുകളെയാണ് നിയോഗിച്ചിരുന്നത്. എൻ്റെ 41ാമത്തെ ചോദ്യം, അങ്ങനെ നിയോഗിക്കുന്ന കാര്യങ്ങൾ അഥവാ പ്രവാചകന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമീറന്മാരിലേക്കും അതുപോലെ തന്നെ രാജാക്കന്മാരിലേക്കുമൊക്കെ നിയോഗിക്കുന്ന സംഘത്തിൽ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം വെറും കർമ്മപരമായ കാര്യം പറയാനാണോ പറഞ്ഞേക്കുന്നത്, അതല്ല വിശ്വാസപരമായ കാര്യങ്ങൾ പറയാനാണോ? ഇനി ഇമാം 41ാമത്തെ ചോദ്യം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അഖീദക്ക് മുത്തവാത്തിറായ ഹദീസ് വേണം, ഖബറുൽ ആഹാദ് കൊണ്ട് അഖീദ സ്ഥിരപ്പെടുകയില്ല എന്ന് പറയാനാണല്ലോ മർക്കസ് ദേവക്കാർ കാലങ്ങളായി ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ 41ാമത്തെ ചോദ്യം അൽമദനി മറുപടി അറിഞ്ഞാലും മതി, ഇനി അതല്ല ജാബിറമാനി മറുപടി അറിഞ്ഞാലും മതി. ഇമാം ബുഖാരിക്ക് അങ്ങനൊരു വാദമുണ്ടായിരുന്നെങ്കിൽ, അഥവാ ആഹാദായ ഹദീസുകൾ അഖീദക്ക് പറ്റില്ല എന്ന വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ കിതാബുൽ ഈമാനിൽ ഈമാൻ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഇമാം ബുഖാരി അധ്യായമുണ്ട് കിതാബുൽ ഈമാൻ. ആ കിതാബുൽ ഈമാൻ ഇമാം ബുഖാരി കൊണ്ടുവന്ന മുഴുവൻ ഹദീസുകളും മുത്തവാത്തിറാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? 41ാമത്തെ ചോദ്യം. 42ാമത്തെ ചോദ്യം നിങ്ങൾ പറയുന്ന വാദപ്രകാരം അഥവാ ആഹാദായ ഹദീസുകൾ വിശ്വാസകാര്യങ്ങൾക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞ ഒരു മുഹദ്ദിസിനെ നിങ്ങൾക്ക് കാണിക്കാമോ? ഇമാം ബുഖാരിക്ക് അങ്ങനെ വാദമില്ല എന്ന് ഇവിടെ തെളിയിച്ചു. ഒരു മുഹദ്ദിസിനെ, നിങ്ങളുടെ വാദപ്രകാരം പറഞ്ഞ ഒരു മുഹദ്ദിസിനെ നിങ്ങൾ കാണിക്കാമോ? 43ാമത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ ഇറക്കിയിരിക്കുന്ന ഈ ഹദീസ് സമാഹാരം, ഇതിൻ്റെ പേര് വിശ്വാസമെന്ന. നിങ്ങളോട് പറഞ്ഞെന്താ? വിശ്വാസ കാര്യങ്ങൾക്ക് മുത്തവാത്തിർ മാത്രമേ തെളിവാക്കാൻ പറ്റുള്ളൂ. എൻ്റെ 43ാമത്തെ ചോദ്യം, നിങ്ങളുടെ ഹദീസ് സമാഹാരത്തിൽ കൊടുത്തിരിക്കുന്ന ഏകദേശം എത്രത്തോളം ഹദീസുണ്ട്? 800 ചില്ലാനോളം ഹദീസുകളുണ്ട്. ഈ ഹദീസുകൾ ഏകദേശം 805 ഹദീസുകളുണ്ട്. ഈ 805 ഹദീസുകളും 810 ഹദീസുകൾ, 810ഓളം ഹദീസുകൾ, അതിൻ്റെ അവസാന നമ്പറാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 810 ഹദീസുകളും നിങ്ങൾ കൊടുത്തിരിക്കുന്ന വിശ്വാസകാര്യങ്ങൾക്കാണ്. ഇതിൽ കർമ്മകാര്യങ്ങളേ അല്ല. ഈ വിശ്വാസകാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ക്രോഡീകരിച്ച ഈ ഹദീസ് സമാഹാരത്തിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ ഹദീസുകളും മുത്തവാത്തിറാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അപ്പോൾ നിങ്ങളൊരു വാദം അങ്ങോട്ട് പറയാം. നിങ്ങൾക്ക് പറ്റാത്ത ഹദീസ് തള്ളാൻ വേണ്ടി നിങ്ങളൊരു വാദം പറയാം. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ അതിന് മുത്തവാത്തിറും വേണ്ട, ഹദീസും വേണ്ട, മൗദൂ ആണെങ്കിലും അതും കെടുക്കുക. അത് ശരിയല്ലല്ലോ. 45ാമത്തെ ചോദ്യം, നിങ്ങൾ പറഞ്ഞു സർവ്വ മുഹദ്ദിസുകളും ഈ വാദമുണ്ട് എന്ന് നിങ്ങളുടെ അത്തൗഹീദ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അഥവാ സർവ്വ മുഹദ്ദിസുകളും ഈ വാദം പറയുന്ന ആളുകളാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? എല്ലാ മുഹദ്ദിസുകളും ഈ അഖീദ സ്ഥിരപ്പെടണമെങ്കിൽ മുത്തവാത്തിർ വേണമെന്ന് പറയുന്ന വാദക്കാരാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ജാബിറമാനി ശരിക്കും മറുപടി പറയണം. ഇതൊക്കെ എണ്ണിട്ട് 1 by 1 ആയിട്ട് നിങ്ങൾ പറയപ്പെടും. നിങ്ങൾ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഇവിടെ ഞങ്ങൾ മറുപടി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നിങ്ങളിവിടെ നിന്ന് ചോദിക്കുന്ന 150 ചോദ്യങ്ങളുണ്ട്. അത് മറുപടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ ഗണ്ണനം മുതലാവും. അത്ര നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ശരിക്കും മറുപടി പറഞ്ഞോളി. സർവ്വ മുഹദ്ദിസുകളും അഖീദ സ്ഥിരപ്പെടണമെങ്കിൽ മുത്തവാത്തിറാണെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ മുഹദ്ദിസുകൾ ആരൊക്കെയാണ്? അതിന് തെളിവ് നിങ്ങൾ ഉദ്ധരിക്കണം. 46ാമത്തെ ചോദ്യം ഇതാണ്. അഥവാ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അഥവാ ഖബറുൽ ആഹാദ് കൊണ്ട് അഖീദ സ്ഥിരപ്പെടില്ല, അമൽ പറ്റും എങ്കിൽ ഞാൻ ചോദിക്കുന്നു, വിശ്വാസത്തിൻ്റെ പിൻബലമില്ലാത്ത ഒരു അമലിന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ?
ഒരു അമലിനെ കാണിക്കും. നിങ്ങൾ പറഞ്ഞത് അമലെടുക്കാൻ പറ്റും, വിശ്വാസത്തിന് പറ്റൂല. അപ്പോൾ ഈ അമലെടുക്കണമെന്ന് വിശ്വാസം ഇല്ലാതെയാണോ? വിശ്വാസത്തിൻ്റെ പിൻബലത്തിലല്ലേ അമലുണ്ടാകുള്ളൂ. അപ്പം ഒരു അമൽ, വിശ്വാസത്തിൻ്റെ പിൻബലമില്ലാത്ത ഒരു അമൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇത് മാത്രവുമല്ല, 46-ാമത്തെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ വാദത്തിന് വേണ്ടി, വിശ്വാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഖബറുൽ ആഹാദ് പോലും മർക്കസ് ദഅവ വിഭാഗം തെളിവാക്കിയിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എൻ്റെ 46-ാമത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ പറഞ്ഞില്ല ഖബറുൽ ആഹാദ് കൊണ്ട് അഖീദ സ്ഥിരപ്പെടില്ല, വിശ്വാസകാര്യം മാത്രമേ പറ്റുള്ളൂ. ഖബറുൽ ആഹാദ് കൊണ്ട് പിന്നെ മുത്തവാത്തിർ വേണമെന്ന് പറഞ്ഞല്ലോ വിശ്വാസകാര്യത്തിന്. വിശ്വാസകാര്യം സ്ഥിരപ്പെടണമെങ്കിൽ മുത്തവാത്തിർ വേണം, ഖബറുൽ ആഹാദ് പറ്റില്ല. എൻ്റെ ചോദ്യം, നിങ്ങളുടെ വിശ്വാസ കാര്യങ്ങളായിക്കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഖബറുൽ ആഹാദ് കൊണ്ട് ഒന്നും തന്നെ ഞങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ടില്ല, മുഴുവൻ മുത്തവാത്തിറാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? മാത്രവുമല്ല, 47-ാമത്തെ ചോദ്യം ഇതാണ്. ഖബറുൽ ആഹാദിന് ഒറ്റപ്പെട്ട ഹദീസുകൾ എന്ന അർത്ഥം പറയുന്നവർ ഹദീസ് നിഷേധികളാണ് എന്ന് നിങ്ങൾ ഈ സമാഹാരത്തിൻ്റെ ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അബ്ദുസ്സലാം സുല്ലമി അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ 143-ാമത്തെ പേജിൽ ഖബറുൽ ആഹാദിന് ഒറ്റപ്പെട്ട ഹദീസുകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആരാണ് ഹദീസ് നിഷേധി? അബ്ദുസ്സലാം സുല്ലമി ഹദീസ് നിഷേധിയാണോ? ഇതിൽ കൊടുത്ത് തെറ്റാണോ? ഖബറുൽ ആഹാദിന് ഒറ്റപ്പെട്ട ഹദീസുകളെന്ന് ഹദീസ് നിഷേധികളാണ് കൊടുക്കുക എന്ന് നിങ്ങളുടെ സമാഹാരത്തിൽ പറയുന്നു. അബ്ദുസ്സലാം സുല്ലമി ഇത് കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ചോദ്യം, അബ്ദുസ്സലാം സുല്ലമിയെ നിങ്ങൾ ഹദീസ് നിഷേധിയാക്കിയിട്ടുണ്ടോ?